യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫാം സൂപ്രണ്ട് PP അജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2014-15 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പദ്ധതികളാണ് നമുക്ക് ജില്ലാ പഞ്ചായത്ത് അംഗീകരിച്ചു തന്നിട്ടുള്ളത്. അതിൽ ഫാമിൻ്റെ 50-ാം വാർഷികാഘോഷം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഒരു സുവർണ ജൂബിലി ഗേറ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു ഗേറ്റ് സ്ഥാപിച്ചു. ഫാമിൻ്റേതായിട്ടൊരു ലോഗോ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിലും വയ്ക്കാൻ പരുവത്തിന് ഒരു ലോഗോ നമുക്ക് പ്രകാശനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന റോഡ് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫാം തൊഴിലാളികൾക്ക് ഇന്ന് നമ്മൾ വിതരണം ചെയ്യുന്ന ഒരു യൂണിഫോമും ID കാർഡും നമുക്ക് ശരിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 80 മുതൽ കണ്ടു തുടങ്ങിയിട്ടുള്ള 1980 തൊട്ട് MLA ആണെങ്കിലും അല്ലെങ്കിലും ഈ പ്രദേശത്തുള്ള പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ഇടപെടുകയും ചെയ്യും. നിങ്ങൾക്കൊക്കെ അറിയാം, എന്ത് കാര്യത്തിനാണെങ്കിലും ശരി എന്നോട് പറഞ്ഞാൽ ഞാൻ പിറകെ നിൽക്കാറില്ല, മുമ്പ് നിൽക്കാറേ ഉള്ളൂ നിങ്ങളുടെ ഒപ്പം. അത് ഇനിയും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെ 50-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീ KP മോഹനെ ക്ഷണിക്കുന്നു. സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് എല്ലാവരെയും അറിയിക്കട്ടെ. ഭൂമി നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ജില്ലാ പഞ്ചായത്തുകൾക്ക് കൈമാറിയ ഭൂമിയിൽ 1 ഇഞ്ച് ഭൂമി പോലും വെറുതെ ഇടാൻ പാടില്ല എന്നതും കൂടുതൽ തൈകളും ഉൽപ്പന്നങ്ങളും കൂടുതൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നാടിനും നാട്ടാർക്കും പ്രത്യേകിച്ച് ഏറ്റവും ആയിട്ട് ഫാമിനും ഫാം തൊഴിലാളികൾക്കും ഒക്കെ തന്നെ അതിൻ്റെ ഗുണം ലഭിക്കുന്ന രൂപത്തിലേക്ക് എത്തണം എന്നത് ഒരു നിർബന്ധമാണ്. കേരളത്തിൽ അനേകായിരം ഫാമുകളുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുത്തതും പഞ്ചായത്തുകൾക്ക് വിട്ടുകൊടുത്തതുമായ ഫാമുകളുമുണ്ട്. സർക്കാർ നേരിട്ട് നടത്തുന്ന ഫാമുകളുമുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ ഒന്നിനൊന്ന് അഭിവൃദ്ധിപ്പെട്ട് മുന്നോട്ട് വരണമെങ്കിൽ അവിടുത്തെ തൊഴിലാളികളും ജീവനക്കാരും നേതൃത്വം കൊടുക്കുന്നവരും ഒരു ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കുറച്ചു മുമ്പേ അതുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും ഇപ്പോഴും വളരെ ഐക്യത്തോടും കൂട്ടായ്മയോടുകൂടി ഈ ഫാമിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. അതിൻ്റെ നേട്ടമാണ് നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടത്. ഒരുപാട് വൈവിധ്യവൽക്കരണം നമുക്കറിയാം, പല രീതിയിലുള്ള ഒക്കെ തന്നെയാണ്. നമ്മൾ കേൾക്കാത്ത പേരുകൾ പോലും ഇപ്പോഴും ഇവിടെ പൊതുവായി വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആ പേരുകളൊക്കെ തന്നെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഫാമുകളുള്ള ഭൂമി വളരെയധികം ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. യാതൊരു സംശയവുമില്ല. ഇവിടെ എന്ത് വിളയിക്കാൻ നമ്മൾ ശ്രമിച്ചോ അത് വിളയിച്ചെടുക്കാൻ സാധിക്കും. ഇനിയും ആധുനികവൽക്കരണത്തിലൂടെ നമുക്ക് കൂടുതൽ വിളയിച്ചെടുക്കാൻ സാധിക്കണം. അതിനെല്ലാ സഹായങ്ങളും കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ലഭിക്കുകയാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നതാണ് നമുക്കുള്ളത്. ഈ ഫാമിൽ എത്രത്തോളം ഭൂമിയിൽ എത്രത്തോളം കൃഷി ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം കൃഷി ചെയ്തുകൊണ്ട് കൃഷിയും അതുപോലെ തന്നെ തൈകളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലക്ക് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ കൂടുതൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് നാളികേര തൈ ഉൽപ്പാദന രംഗത്ത്, നാളികേര കൃഷി ഉൽപ്പാദന രംഗത്ത് കൂടുതൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കേര സമൃദ്ധിയിലൂടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. കൂൺ ഉൽപ്പാദന യൂണിറ്റ് നമുക്കറിയാം, ഇന്ന് ഈ കൂൺ ഉൽപ്പാദന രംഗത്ത് വളരെ സജീവമായിട്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കൂൺ ഉൽപ്പാദന രംഗത്ത് പ്രത്യേകമായ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് ഫാമുകളിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ നടത്തുന്നത്. പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് കൂൺ ഉൽപ്പാദന രംഗത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. വൈവിധ്യവൽക്കരണം ഇപ്പോൾ തേൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, പച്ചത്തേങ്ങയിൽ നിന്ന് പച്ചമാങ്ങയിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, മാംഗോ ജ്യൂസ്, ഇതൊക്കെ തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള വൈവിധ്യവൽക്കരണം സംഭരണവും സംസ്കരണവും നമുക്ക് ഇല്ലാതെ പോയതാണ് കാർഷിക മേഖലക്കുണ്ടായ ഏറ്റവും വലിയ ഗതികേട്. ഇപ്പോൾ സംസ്കരണത്തിലൂടെ അത് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ, പ്രത്യേക ബ്രാൻഡോടുകൂടി മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ കൂടുതൽ സംസ്കരിക്കാനുമുള്ള ഏറ്റവും നല്ല ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തും.
അത് സംഭരണത്തിലൂടെയോ സംഭരിച്ചുകൊണ്ട് സംസ്കരണത്തിലൂടെ വിപണിയിലേക്ക് എത്തിക്കണം എന്നതാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വിപണി ഉണ്ടായിരുന്നില്ല. വിപണി ഉണ്ടാവണമെങ്കിൽ സംസ്കരിച്ച് അത് പ്രത്യേക ബ്രാൻഡോട് കൂടി വരണം. സംസ്കരിക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ തന്നെ സംഭരിക്കണം. അങ്ങനെ സംഭരിക്കാനും സംസ്കരിക്കാനുമുള്ള യൂണിറ്റുകളൊക്കെ തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പ്രത്യേക പ്ലാന്റുകൾ, അതിന് വേണ്ട പ്രത്യേക പ്ലാന്റ്, ഇപ്പോൾ നമുക്കറിയാം ഇത് ചെറിയ തോതിലാണ് ഇവിടെ ഹണിയും അതോടൊപ്പം തന്നെ മാംഗോ ജ്യൂസും റോ മാംഗോ ജ്യൂസൊക്കെ തന്നെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഒരു ഇടപെടൽ കൃഷിവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇവിടെ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവുമ്പോൾ അത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നമുക്ക് ശക്തമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമ്പോൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ പെരിങ്ങം ഫാം എന്നത് കേരളത്തിൻ്റെ ഈ രംഗത്ത് പ്രത്യേകിച്ച് മാംഗോ പഴവർഗ വൈവിധ്യവൽക്കരണത്തിലൂടെ സംസ്കരണത്തിലൂടെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഫാമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യൂണിഫോം വിതരണം, മുതിർന്ന ഫാം തൊഴിലാളികളെ ആദരിക്കൽ, അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് സമ്മാനിക്കൽ എന്നീ ചടങ്ങുകളും നടന്നു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീഗം നബീസ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഖിരാജൻ, കാംകോ ചെയർമാൻ ചാരുപാറ രവി, കൃഷി വകുപ്പ് ഡയറക്ടർ ആർ അജിത് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ MS രാജു, ആനാട് ജയൻ, വാമനപുരം ബ്ലോക്ക് പ്രസിഡന്റ് ജി ബേബി സുലേഖ, മറ്റു ജനപ്രതിനിധികൾ, ഫാം തൊഴിലാളി പ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ നായർ നന്ദി പ്രകാശിപ്പിച്ചു. മണ്ണിൻ മനസായി മനുജനു തുണയായി വളരുന്നു ഭൂമിയിൽ ഞങ്ങൾ. കൊതിവരും മണമായി നിറമായി രുചിയായി അരികിലുണ്ടെപ്പോഴും ഞങ്ങൾ. വീടിനൈശ്വര്യമായി അമ്മയ്ക്കു തൃപ്തിയായി ചുറ്റോടു ചുറ്റും തളർത്തു നിൽക്കും ഞങ്ങൾ. കുട്ടികൾ കൈകൊണ്ടു നട്ടു നനയ്ക്കുകിൽ മണ്ണും മനസ്സും നിറഞ്ഞു നിൽക്കും. സമ്പൂർണ്ണ പോഷണം, സംതൃപ്ത ഭോജനം, സസ്യങ്ങളേകും സ്നേഹപൂർണം.